ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഇന്നലെ സെപ്റ്റംബർ 14 ഞായറാഴ്ച ഛത്തീസ്ഗഡിലെ 2 പെന്തക്കോസ്ത് സഭകളുടെ ആരാധനാലയങ്ങളിൽ ബജ്രംഗ് ദൾ തീവ്രവാദികൾ ആക്രമണങ്ങൾ നടത്തി. നേരത്തെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട ദുർഗിൽ ഷിലോഹാം പ്രയർ ടവർ എന്ന പേരിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയ്ക്കെതിരെയാണ് ഒരാക്രമണം നടന്നത്. രണ്ടാമത്തേത് IPCയുടെ ബിലാസ്പൂരിലുള്ള ഒരു സഭയ്ക്കെതിരെയുമാണ്. ഇതിൽ ദുർഗിലുള്ള സഭ 37 വർഷമായി അവിടെ പ്രവർത്തിക്കുന്ന സഭയാണ്. ലീല കുഞ്ചലിയ എന്ന ഒരു സ്ത്രീ ആരംഭിച്ച ഒരു പ്രയർ ടവർ ആയിരുന്നു ഇത്. ഇപ്പോൾ അവിടെ പാസ്റ്റർ മോഹൻ ബഹദൂർ എന്ന ദൈവദാസൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ആരാധന ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ ഈ ആരാധനാലയം വളയുകയും ഹനുമാൻ ചാലീസ ചൊല്ലിക്കൊണ്ട് ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. അകത്തേക്ക് ഇടിച്ച് കയറുവാൻ ശ്രമിച്ചതോടെ പോലീസ് എത്തുകയും അക്രമികളെ പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തെങ്കിലും അവർ അക്രമം തുടരുകയായിരുന്നു. ഇതിനിടയിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജോൺ ജൊനാഥാൻ, അദ്ദേഹം അവിടുത്തെ ബാപ്റ്റിസ്റ്റ് സഭകളുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹം അവിടെ എത്തുകയും ബജ്രംഗ് ദളിൻ്റെ ഈ ഹനുമാൻ ചാലീസ ചൊല്ലിക്കൊണ്ടിരുന്ന നേതാക്കളുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുവാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തെയും ആരാധനാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ചില സഹോദരന്മാരെയും ഈ ബജ്രംഗ് ദളിൻ്റെ അക്രമികൾ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ജോൺ ജൊനാഥൻ്റെ കണ്ണിന് സാരമായ പരിക്കുകളുണ്ട്. കന്യാസ്ത്രീകളെ ആക്രമിച്ച ജ്യോതി ശർമ്മ എന്ന സ്ത്രീയും ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ എത്തിയിരുന്നു. ആക്രമണങ്ങൾക്കും ക്രൂരമായ മർദ്ദനത്തിനും പോലീസ് ഇവിടെയും സാക്ഷികളായിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഒടുവിൽ പോലീസ് പാസ്റ്റർ മോഹൻ ബഹദൂറിനെയും പാസ്റ്റർ ജോൺ ജൊനാഥനെയും മറ്റു ചിലരെയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അക്രമികൾക്കെതിരെ നടപടിയെടുക്കുവാനോ തങ്ങളുടെ കണ്ണിൻ മുൻപിൽ നടന്ന ഭീകരമായ അക്രമങ്ങൾ നടത്തിയവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യുവാനോ തയ്യാറാകാതെ പോലീസ് ഈ പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. എന്നാൽ സംഭവം അറിഞ്ഞ് ദളിത് സംഘടനയായ ഭീം ആർമിയുടെ പ്രവർത്തകർ അവർ സംഘടിച്ചെത്തുകയും പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തു. അതോടെ അറസ്റ്റ് ചെയ്തവരെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കേണ്ടി വന്നു പോലീസിന്. ഇവിടെ നടന്ന അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. മുഴുവൻ ഭാഗങ്ങളും കാണിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ ക്രൂരമായ മർദ്ദനമാണ് നടക്കുന്നത്. എങ്കിലും കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കാണുക. कपड़ा फाड़े हैं, मैं तो तेरे दोनों टांग से चीर देती रे जॉन, और आगे भी तेरे को चीर के रहूंगी, याद रखना. ഛത്തീസ്ഗഡിലെ ദുർഗ കേന്ദ്രമാക്കി അതിശക്തമായ നിലയിൽ ബജ്രംഗ് ദളും ഹിന്ദു തീവ്രവാദ സംഘടനകളും ക്രൈസ്തവ പ്രവർത്തനങ്ങൾക്കെതിരെ ക്രിസ്തീയ സഭകൾക്കെതിരെ നിരന്തരമായ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് സംവിധാനങ്ങളും പോലീസും കോടതിയും ഒക്കെ അവർക്ക് പിന്തുണ നൽകുന്നു എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ഇവിടെ ഈ സംഭവം ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ നിന്ന് 150 കിലോമീറ്റർ മാറി ഛത്തീസ്ഗഡിലെ തന്നെ IPCയുടെ ഒരു സഭയിലും ബജ്രംഗ് ദൾ ആക്രമണങ്ങൾ നടന്നു. 150 പേർ ആരാധിച്ചിരുന്ന ആരാധനാലയത്തിലേക്ക് ബജ്രംഗ് ദൾ അക്രമികൾ ഇരച്ചു കയറുകയായിരുന്നു. വാർത്തകളും ദൃശ്യങ്ങളും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദുർഗിൽ നടന്ന ഈ സംഭവങ്ങളെല്ലാം കാണുകയും അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്ത മലയാളിയായ ഒരു സുവിശേഷകൻ എനിക്ക് നൽകിയ ഒരു വോയിസ് ക്ലിപ്പ് കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തൽക്കാലം ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ കൂടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിൽ നിന്ന്
ഒരു ദൈവദാസൻ സംസാരിക്കുന്നു. ഇന്നലെ സംഭവിച്ച, അതായത് 14/9/2025 രാവിലെ പതിവ് പോലെ ദുർഗിലെ സെൻട്രൽ ജയിലിൽ നിന്ന്, അതായത് കന്യാസ്ത്രീകന്മാരെ ഇട്ട ആ ജയിലിൻ്റെ അടുത്ത് നിന്ന് 300ഓളം മീറ്റർ മാത്രം ദൂരെയുള്ള ഷിലോം AG പ്രയർ ടവറിൻ്റെ ആ ചർച്ചിൽ അവിടുത്തെ സ്ഥാനീയ പാസ്റ്ററായ പാസ്റ്റർ മോഹൻ ബഹദൂറും തൻ്റെ വിശ്വാസികളും, അതായത് വലിയ കൂട്ടമില്ല, ചെറിയൊരു കൂട്ടമാണ്, അവരെ ആരാധിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു കൂട്ടം ക്രിസ്തീയ വിരോധികൾ അവിടെ വരികയും ബഹളമുണ്ടാക്കുകയും അതിൻ്റെ പിന്നാലെ പോലീസും വന്നു. പോലീസ് അകത്ത് കയറി അവർ അകത്തുള്ള വിവരണങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഇവർ ഹനുമാൻ ചാലീസയൊക്കെ പഠിച്ചു. ആ സമയത്ത് ഈ വിവരം സഭക്കാരായിരിക്കും UCC, അതായത് മുഴുവൻ ക്രിസ്ത്യാനികളുടെ അധ്യക്ഷനാണ്. UCC ഒരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയുടെ അധ്യക്ഷനെ ഈ വിവരം അറിയുകയും അദ്ദേഹം മറ്റൊരു സഭ, അതായത് അത് ബന്ധായി കിടക്കുകയായിരുന്നു, താനും തൻ്റെ കൂട്ടരും അവിടെ അവരോടൊപ്പം ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തനിക്ക് ഈ വിവരം ലഭിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ ഈ ശിലോമിൽ പ്രയർ ടവറിലേക്ക് വരികയുണ്ടായി. അപ്പോൾ ഇവര് താനും തൻ്റെ ഉപ്പാപ്പനും പിന്നെ വേറൊരു ദൈവദാസനും കൂടിയാണ് വന്നത്. എന്നാൽ ഇവിടെ വിരോധികൾ ഒത്തിരി പേരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ചർച്ചിൻ്റെ അകത്തോട്ട് കയറാൻ പോയപ്പോൾ ഇവര് വിലക്കി, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിഷയത്തിൽ അവിടെ ചെറിയൊരു ചർച്ചയുണ്ടായി. അവസാനം ഈ ജോണിനെ, അദ്ദേഹത്തിന് 2 പേരുണ്ട്, ജോനാഥനെന്നും ജോണും, അദ്ദേഹത്തെ അവര് ശക്തമായി കൈയേറ്റം ചെയ്തു, മർദ്ദിച്ചു. മാത്രമല്ല റിട്ടയർഡ് ആയിരുന്ന തൻ്റെ ഉപ്പാപ്പനെയും മർദ്ദിച്ചു. ആ സീനൊക്കെയും നിങ്ങൾ വിശദമായിട്ട് ആ വീഡിയോയിൽ കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കണ്ണിലിടിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഒത്തിരി അടിക്കുകയും, മാത്രമല്ല അവിടെ കിടന്ന മരത്തിൻ്റെ ചില്ലകൾ വടി ഓടിച്ച് അദ്ദേഹത്തെ അടിക്കുന്ന സീനുമൊക്കെ അവിടെ കാണുന്നു. അപ്പോൾ എനിക്ക് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ആരാധന നമ്മുടെ സഹോദരങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് അറിവ് കിട്ടിയനുസരിച്ച് ദുർഗ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആരുമില്ലായിരുന്നു. ഉടനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജോണും പിന്നെ തൻ്റെ ഉപ്പാപ്പനും വേറെ 2 ദൈവദാസന്മാരും അവിടെ MLCക്കായി വന്നു. MLC കഴിഞ്ഞു. പോലീസ് പറഞ്ഞു അവരെ പത്നാപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ കൂട്ടരും അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ടും ജോൺ വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവര് ഇവിടേക്കല്ല, വേറൊരു പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോയെന്ന്. അപ്പോൾ എനിക്ക് അറിവ് കിട്ടി അദ്ദേഹത്തെ കൊണ്ടുപോയത് ഭൂൽഗാവ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ സംഭവം നടക്കുന്ന പോലീസ് സ്റ്റേഷൻ പത്നാപൂർ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ ക്രിസ്ത്യാനികളും നമ്മുടെ സഹോദരങ്ങളും പാസ്റ്റർമാരൊക്കെ തടിച്ചുകൂടി. അപ്പോൾ പോലീസ് അവരെ പോലീസ് സ്റ്റേഷൻ അടുത്തേക്ക് പോകാതെ തടഞ്ഞു നിർത്തി. അപ്പോൾ അകത്ത് ഞാൻ ഫോൺ ചെയ്തു. ഞാൻ ഡയറക്ടേഴ്സിൻ്റെ ബോഡിയിലുണ്ട്, ഞാനൊരു ഡയറക്ടറാണ്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അകത്തോട്ട് വരാൻ പറഞ്ഞു. പക്ഷേ പോലീസ് എന്നെ വിട്ടില്ല. അവർ വന്നിട്ടും എന്നെ അവർ വിട്ടില്ല. അപ്പോൾ ജോണിൻ്റെ ഫോൺ എനിക്കുണ്ടായി. ഞാൻ പത്മാവൂർ താനയിലാണ്, ഞാൻ ഇപ്പോൾ പുൽഗാവ് താനയിലാണ്, ഇവിടെ ആരുമില്ല, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പകുതി ആൾക്കാരുമായിട്ട് ആ താനയിലേക്ക് പോയി, ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇവരുടെ ആൾക്കാരും വരുവാനിടയായി. അങ്ങനെ 2 കൂട്ടരും തമ്മിൽ വലിയ ഒരു ബഹളം അല്ലെങ്കിൽ ഒരു അടി ഉണ്ടാകുന്ന ഒരു ചാൻസ് വരെയും വന്നു. എന്നാൽ പോലീസ് അതിനെ തടഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ അകത്തുള്ള അവരുടെ പരിസരത്തുള്ള ആൾക്കാരെല്ലാം പുറത്തേക്ക് അടിച്ചിട്ട് ഗേറ്റ് അടച്ചു. അപ്പൊ തന്നെ ക്രിസ്തീയ വിരോധികളായിട്ടുള്ള, നിങ്ങൾക്കറിയാം, ജ്യോതി ശർമ്മ, രത്തന യാദവ്, രവി നീക്കം, പിന്നെ അതോടൊപ്പം തന്നെ പ്രദീപ് സിൻഹ, ഇദ്ദേഹം എന്നെ കഴിഞ്ഞ 2024 ഫെബ്രുവരി 13 എന്നെയും അടിച്ചായിരുന്നു. അതൊരു വലിയൊരു കോളിളക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് അകത്തു വന്നു. എന്നാൽ അവരോട് ഒക്കെ മൃദുവായിട്ടുള്ള ഒരു സമീപനമായിരുന്നു പോലീസ് ചെയ്യുന്നത്. അവരോടൊപ്പം ചിരിച്ചു കളിക്കുക. എന്നാൽ നമ്മുടെ ആൾക്കാരെ
ലാത്തി ചാർജ് ചെയ്യും, പുറത്തിയാടിക്കും, അതായത് നിങ്ങളെ കേസെടുക്കും. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന വിരോധികളെല്ലാം പുറത്തോട്ട് പോയി. അവർ വാഹനത്തിനകത്തിരുന്നിട്ട് പുറത്തോട്ട് അവരെ സുരക്ഷിതമായി ചെയ്യും. എന്നാൽ ആ സമയത്ത് ആംഗ്യ ഭാഷയിൽ ജ്യോതി ശർമ്മ എന്തോ നമ്മുടെ ആൾക്കാരെ കളിയാക്കി. അപ്പോൾ തന്നെ ഒരു സഹോദരി വന്നിട്ട് അവരുടെ ഗ്ലാസ്സിനടിച്ചു. എന്നാൽ അവർ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാനിടയായി തീർന്നു. അതിനുശേഷം വലിയ ഒരു പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കാമായിരുന്നു. എന്നാൽ ഉടനെ തന്നെ നമ്മുടെ ഭീം ആർമിയുടെ ചെറുപ്പക്കാരും അവരുടെ നേതാക്കന്മാരും അതിന് പിന്നാലെ നമ്മുടെ മൂൽ നിവാസിയുടെ അമർ സിംഗ് പട്ടേൽ എല്ലാവരും വന്നു. അങ്ങനെ അവർ വന്നതിന് ശേഷം ശക്തമായ ഒരു വിരോധം അവിടെ നടന്നു. പോലീസ് അവരുടെ മേൽ യാതൊരു ആക്ഷൻ എടുത്തില്ല. ഏതായാലും അവസാനം ജോനാഥനെ അവർ വിട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ BNS 170 ശാന്തി ഭംഗ് ആ ഒരു വിഷയത്തുള്ള ബന്ധത്തിൽ ഒരു കേസ് എടുത്തു. പിന്നെ 295 വകുപ്പ് അത് ജാമ്യം കിട്ടാത്തതാണ്. എന്നാൽ അത് ശക്തമായ എതിർപ്പിനാൽ അത് മാറിപ്പോകുവാൻ ഇടയായി തീർന്നു. ഏതായാലും ജോണിനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹത്തുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിനൊക്കെ നല്ല ഇടിയിട്ടിട്ടുണ്ട്. ശരീരത്തിൽ വളരെയധികം പ്രയാസമാണ്. ഇപ്പോൾ താൻ വളരെയധികം റെസ്റ്റിലാണ്. ഇന്ന് എമർജൻസി ഒരു മീറ്റിംഗ് ഉണ്ട് 3 മണിക്ക്. 18-ാം തീയതി ഒരു വലിയ ഒരു റാലിയാണ്. അപ്പോൾ ആ വിഷയങ്ങൾക്കെല്ലാം വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു വലിയ പ്രതികൂലത്തിലൂടെയാണ് ഛത്തീസ്ഗഡ് സഭകൾ മുന്നോട്ട് പോകുന്നത്. റായ്പൂർ ആയാലും ബിലാസ്പൂരിൽ ഇന്നലെ ശക്തമായ വിരോധമുണ്ടായിരുന്ന ഒരു ചർച്ചിൽ. അങ്ങനെ ഈ ഛത്തീസ്ഗഡിലെ ജനം വളരെയധികം പ്രയാസത്തിലും ഉപദ്രവങ്ങളുടെ മധ്യത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശക്തമായി എല്ലാ ജനങ്ങളും ശക്തമായി പ്രാർത്ഥിക്കുക.